പ്ലസ് 1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്നും അത് വെച്ചിട്ടുള്ള പ്രോബ്ലവും കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. സൊല്യൂഷനിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഹെഡിങ് ഇതാണെങ്കിലും നമ്മൾ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. ഇനി സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഉപ്പുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടും അല്ലേ? അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സൊല്യൂട്ടാണ്. ഇനി നമ്മൾ എന്തിലേക്കാണ് ആഡ് ചെയ്യുന്നത്? വാട്ടറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ എന്താണ്? സോൾവെന്റ് ആണ്. അപ്പം ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ലബോറട്ടറികളിലൊക്കെ നടക്കുന്ന റിയാക്ഷൻസ് സൊല്യൂഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് 4 പ്രധാന മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് പെർസെന്റ് ആണ്. മാസ് പെർസെന്റ് അല്ലെങ്കിൽ വെയിറ്റ് പെർസെന്റ്. വെയിറ്റ് പെർസെന്റ്. W/W. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ. തേർഡ് മെത്തേഡ് മൊളാരിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും, കാരണം നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇത് ആവശ്യമുള്ളതാണ്. ഫോർത്ത് വൺ ഈസ് മൊളാലിറ്റി. മൊളാലിറ്റി. ഈ 4 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെന്റ് അല്ലെങ്കിൽ വെയിറ്റ് പെർസെന്റ് എന്ന് നമ്മൾ പറയും. ഇനി എങ്ങനെയാണ് മാസ് പെർസെന്റ് കണ്ടുപിടിക്കുന്നത്? അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട്, പഠിച്ചു വെക്കണം കേട്ടോ ഇത്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഞാനൊരു ഷോർട്ട് ഫോം ആണ് എഴുതിയിരിക്കുന്നത്. സോ എല്ലാം സൊല്യൂഷൻ എന്ന് വായിക്കണം കേട്ടോ. സോ നമ്മൾ ഇതിനു മുമ്പ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അവിടെ ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റിന്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. ഇവിടെ നമ്മൾ സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഫോർ എക്സാമ്പിൾ, 10% NaCl സൊല്യൂഷൻ മാസ് പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ്ഡ് ഇൻ എത്രയിലാണ്? 90 ഗ്രാം വാട്ടർ. 90 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 90 + 10 എത്രയാവും? 100 ഗ്രാം ആകും. 10% NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 10 ഗ്രാം NaCl ഈസ് dissolved in 100 gram of the solution എന്നാണ് അർത്ഥമാകുന്നത്. ആ 100 ഗ്രാം എങ്ങനെ കിട്ടിയത്? ഈ സോഡിയം ക്ലോറൈഡിന്റെ 10 ഗ്രാമും വാട്ടറിന്റെ 90 ഗ്രാമും കൂടെ കൂട്ടിയപ്പോഴാണ് 100 ഗ്രാം സൊല്യൂഷൻ കിട്ടിയത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പം മാസ് പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ഗ്രാംസ് പ്രസന്റ് ഇൻ 100 ഗ്രാം ഓഫ് ദി സൊല്യൂഷൻ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് പ്രസന്റ് ആണ്, അതാണ് മാസ് പെർസെന്റേജ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. ഈ മോൾ ഫ്രാക്ഷനെ കൈ എന്ന ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. കൈ
മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാനിത് പറഞ്ഞതിന് ശേഷം പറയാം. സപ്പോസ് ഒരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. 2 കമ്പോണന്റ് എടുത്തു, എ എന്നും ബി എന്നും പറയുന്ന 2 കമ്പോണന്റ് എടുത്ത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി ഇതിനകത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു, ഇത് വായിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്നാണ്, ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് എ divided by total number of moles of all the components. ഇവിടെ 2 കമ്പോണന്റേ ഉള്ളൂ, അതുകൊണ്ട് ആരുടെയൊക്കെ നമ്പർ ഓഫ് മോൾസ് എടുക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് ഏത് വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അപ്പൊ 2 കമ്പോണന്റേ ഉള്ളൂ. ഇനി 5 കമ്പോണന്റ് ഉണ്ടെങ്കിൽ 5 കമ്പോണന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് എടുക്കണം. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ കിട്ടും. ഇവിടെ നമുക്ക് 2 കമ്പോണന്റേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 എണ്ണത്തിന്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ ഡിനോമിനേറ്ററിൽ എടുത്തിട്ടുള്ളൂ. സോ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാം? എൻ എ എന്ന് എഴുതാം. ദിസ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ് ഇവിടെ എടുക്കേണ്ടത്. നമുക്ക് ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ട കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിൽ എഴുതണം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതെന്ന് പറയുന്നത് എൻ എ പ്ലസ് എൻ ബി അല്ലേ. സോ അപ്പൊ നമുക്ക് 2 എണ്ണത്തിന്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ ഈസ് ദി റേഷ്യോ. ഇതൊരു റേഷ്യോ ആണ്, നോക്കിക്കേ, റേഷ്യോ ആണ്. ആര് തമ്മിലുള്ള റേഷ്യോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് or a particular component to the total number of moles of all the components. എല്ലാ കമ്പോണൻസിന്റെയും നമ്പർ ഓഫ് മോൾസ് ഡിനോമിനേറ്ററിലും ഏതിന്റെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിലും. അപ്പൊ ആ ഒരു റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us define once again mole fraction. It is the ratio of number of moles of a particular component to the total number of moles of all the components in the solution. Okay. ഇനി ഒരു സൊല്യൂഷനിൽ എത്ര കമ്പോണൻസ് ഉണ്ടെങ്കിലും ആ കമ്പോണൻസിന്റെ എല്ലാം മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2 കമ്പോണന്റേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇവിടെ 5 കമ്പോണന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് 1, മോൾ ഫ്രാക്ഷൻ ഓഫ് 2, മോൾ ഫ്രാക്ഷൻ ഓഫ് 3 പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് 4 പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് 5 ഈസ് ഈക്വൽ ടു 1. എത്ര കമ്പോണൻസ് ഉണ്ടെങ്കിലും ആ കമ്പോണൻസിന്റെ എല്ലാം മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം അറിയേണ്ടത്, ദിസ് മോൾ ഫ്രാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആരുടെ വാല്യൂ മാറുന്നില്ല? മോൾ ഫ്രാക്ഷന്റെ വാല്യൂ മാറുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എം ആണ്. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ഇത് 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലിറ്റർ സൊല്യൂഷൻ. ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. 1 ലിറ്റർ സൊല്യൂഷൻ ഏതെടുത്താലും അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. ഈ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്.
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ലിറ്ററിലുള്ള സൊല്യൂഷന്റെ വോളിയം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ജനറൽ ഇക്വേഷൻ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് തന്നെ എഴുതാം? മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെ, ഇവിടെ സൊല്യൂട്ട് ആണ്. സോ മാസ് ഓഫ് സൊല്യൂട്ട്, ആ മാസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് സ്മോൾ w എന്നെടുക്കാം. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? മാസ് divided by molar mass. So molar mass of solute. Okay, molar mass of solute. ആ മോളാർ മാസിനെ നമുക്ക് ക്യാപിറ്റൽ എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിനോമിനേറ്ററിൽ എന്താണ് കിടക്കുന്നത്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. അപ്പൊ നമുക്ക് സപ്പോസ് നമുക്ക് സൊല്യൂഷന്റെ വോളിയം തന്നിരിക്കുന്ന മില്ലി ലിറ്ററിലായിരിക്കും മിക്കപ്പോഴും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 1000 ml ആണ് ഒരു ലിറ്റർ അല്ലേ? അപ്പൊ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാൻ, ചെറുതിനെ വലിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ 1000 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരുന്നത് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഒരു അറിവ് അത്യാവശ്യമാണ്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, മാസിന് പകരം ഞാൻ സ്മോൾ w എന്ന് എഴുതി, മോളാർ മാസിന് പകരം ക്യാപിറ്റൽ എം എന്ന് എഴുതി, വോളിയത്തിന് പകരം വോളിയം ഇൻ ml V in ml divided by 1000. ഇതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഫൈനൽ ഇക്വേഷൻ കിട്ടും അല്ലെ? എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു സ്മോൾ w മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം മോളാർ മാസ് ഇൻറ്റു ഇവിടെ എന്ത് വരും? 1000 അല്ലെ? 1000 ആൻഡ് ഹിയർ വോളിയം ഇൻ മില്ലി ലിറ്റർ. മില്ലി ലിറ്ററിലാണ് വോളിയം തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ലിറ്ററിലാണ് എങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. ഇനി മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഓഫ് മൊളാരിറ്റി ഈസ് മോൾ പെർ ലിറ്റർ. പെർ ലിറ്റർ, ലിറ്റർ റേസ്റ്റ് -1 വായിക്കുന്ന അങ്ങനെയാണ് മോൾ പെർ ലിറ്റർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ്. ഞാൻ പെർ ഇടുന്നതിന് പകരം dm raised to -3 എന്ന് എഴുതുകയാണ്. നമുക്കറിയാം 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബ്. ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഈ 2 യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതിന് പകരമായിട്ട് ക്യാപിറ്റൽ എം എന്നും നമുക്ക് ഉപയോഗിക്കാം. അതായത് ക്യാപിറ്റൽ എമ്മും യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൊളാരിറ്റിയുടെ. ഇനി ഈ മൊളാരിറ്റിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വോളിയം ടേം ഉണ്ട്. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ വോളിയം ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മൊളാരിറ്റി ഈസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ദ വോളിയം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. സൊല്യൂഷന്റെ വോളിയം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുന്നു. അതുകൊണ്ട് മൊളാരിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി 1 മോളാർ NaOH എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 1 മോളാർ NaOH എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 1 മോൾ NaOH ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ NaOH സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര മോൾ NaOH കാണും? 1 മോൾ NaOH കാണും. ഇനി 0.2 മോളാർ NaOH എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
0.2 മോൾ NaOH ഇൻ 1 ലിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 0.5 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? 0.5 മോൾ NaOH ഇൻ 1 ലിറ്റർ. എല്ലാം നമ്മൾ പറയുന്നത് 1 ലിറ്റർ സൊല്യൂഷനിലാണ്. ഇനി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രിപ്പയർ 0.2 മോൾ NaOH ഫ്രം 1 മോൾ NaOH എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ 1 മോളാർ NaOH ഉണ്ട്. നിങ്ങളോട് 0.2 മോളാർ NaOH സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ നമുക്കറിയാവുന്നത്? 1 മോൾ NaOH ഈസ് പ്രസന്റ് ഇൻ എത്ര ml-ലാണ്? 1000 ml-ലാണ്. ഓർ 1 ലിറ്റർ. 1 മോൾ NaOH 1000 ml അല്ലെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസന്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി 1 മോൾ NaOH 1000 ml ആണെങ്കിൽ 0.2 മോൾ NaOH എത്ര ml ആയിരിക്കും? നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, 1 മോളിന്റെ വാല്യൂ അറിയാമെങ്കിൽ എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ 1 മോൾ NaOH 1000 ml-ലാണെങ്കിൽ 0.2 മോൾ NaOH എത്ര ml-ലായിരിക്കും? ഈസ് പ്രസന്റ് ഇൻ, എന്ത് ചെയ്താൽ മതി? ഈ 1000-നെ 0.2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അത്രയും ml, അതായത് 200 ml എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 200 ml 1 മോളാർ NaOH സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും? 0.2 മോൾ NaOH പ്രസന്റ് ആയിരിക്കും. ഓക്കെ. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇതാണ്: M1V1 ഈസ് ഈക്വൽ ടു M2V2. ഇത് പഠിച്ചു വെക്കണം. ഒരു ഡൈല്യൂഷൻ ഫോർമുലയാണ്. ഇവിടെ M എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി. V എന്ന് പറയുന്നത് വോളിയം ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. പ്രിപ്പയർ 2 മോളാർ NaOH ഫ്രം 1 മോളാർ NaOH സൊല്യൂഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും മൊളാരിറ്റി പറയുന്നത് 1 ലിറ്ററിലാണ്. നമുക്ക് വേണ്ടത് എന്താണ്? 0.2 മോളാർ NaOH സൊല്യൂഷൻ വേണം. അത് ഏതിൽ നിന്നാണ്? 1 മോളാർ NaOH സൊല്യൂഷനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഈ 1 മോളാർ NaOH സൊല്യൂഷൻ എത്ര ml എടുക്കണം അത് കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. സപ്പോസ് നമ്മൾ M1 ഫസ്റ്റ് കോമ്പൗണ്ട് ആയിട്ട് 1 മോളാർ NaOH ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കും 1 മോളാർ. ഓക്കെ. 1 മോളാർ ഇൻറ്റു അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ എത്ര ml ആണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ V1 ഈസ് ഈക്വൽ ടു M2. മൊളാരിറ്റി എത്രയാ വേണ്ടത്? 0.2 മോളാർ. അപ്പൊ നമ്മളവിടെ വാല്യൂ 0.2 മോളാർ എന്ന് കൊടുക്കും. ഇൻറ്റു V2. V2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.2 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് എത്ര ml ആണ്? 1000 ml. അപ്പൊ V2 1000 ml ആണ്. നോക്കിക്കേ. അപ്പൊ V1 ഈസ് ഈക്വൽ ടു എത്ര ml എന്ന് കിട്ടും? 0.2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 200 ml. ഈ വാല്യൂ തന്നെയല്ലേ ഇവിടെയും നമുക്ക് കിട്ടിയത്? അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 മോളാർ NaOH സൊല്യൂഷൻ ആണ്. അങ്ങനെ ലാബുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഇത്തരം സൊല്യൂഷൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് സൊല്യൂഷൻ. എന്താണ്? സ്റ്റോക്ക് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 മോളാർ NaOH സൊല്യൂഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ 0.2 മോളാർ NaOH സൊല്യൂഷൻ ഉണ്ടാക്കിയത്, അല്ലെ? ഇനി 0.2 മോളാർ NaOH സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് 200 ml 1 മോളാർ NaOH സൊല്യൂഷൻ എടുത്തു. സപ്പോസ് ഇവിടെ ഞാൻ 200 ml
1 മോളാർ സൊല്യൂഷൻ എടുത്തേക്കാണ്. 200 ml എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിനെ എത്രയാക്കി മാറ്റാൻ പോവുകയാണ്? 0.2 മോളാർ ആക്കി മാറ്റാൻ പോവുകയാണ്. എന്ത് ചെയ്യണം? ഈ 200 ml ബാക്കി എത്ര ml വെള്ളം ഒഴിക്കണം? 800 ml സോൾവെന്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. സോൾവെന്റ് ആഡ് ചെയ്താലും ഇതിന്റെ കോൺസെൻട്രേഷൻ മാറുന്നുണ്ടോ? ഈ കോൺസെൻട്രേഷൻ 800 ml കൂടെ ആകുമ്പോൾ 1000 ml ആകും. പക്ഷെ അതിന്റെ കോൺസെൻട്രേഷൻ എത്രയായി? 0.2 മോളാറായി. അപ്പൊ നമ്മൾ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.2 മോളാറാണ്. കാരണം ആ 200 ml അതിനകത്ത് തന്നെയുണ്ട്. 200 ml നമ്മൾ ഡൈല്യൂട്ട് ചെയ്തപ്പോൾ 1 ലിറ്ററിൽ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.2 മോളാറാണ്. ഓക്കെ. ഇനി നാലാമത്തെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. LITY. ഇവിടെ ആദ്യത്തേതിന് 6 ആയിരുന്നു മൊളാലിറ്റിക്ക്. ഇവിടെ സ്മോൾ l ആണ്. സ്മോൾ m വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു ഓർ സ്മോൾ m ഈസ് ഈക്വൽ ടു, മൊളാലിറ്റി പഠിച്ച കുട്ടിക്ക് വളരെ ഈസിയാണ്. മൊളാലിറ്റി number of moles of solute divided by, ഒരു വ്യത്യാസമുണ്ട്, mass of solvent in kilogram. നോക്കിക്കേ, മൊളാലിറ്റിയുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. 1 കിലോ സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്? ഓക്കെ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് സ്മോൾ w ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ക്യാപിറ്റൽ M ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. കിലോഗ്രാമിന് പകരം ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ആ ഗ്രാമിനെ കിലോഗ്രാമിലാക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നമുക്ക് ക്യാപിറ്റൽ W എന്ന് എടുക്കാം. എന്താ ചെയ്യുന്നത്? നമുക്കറിയാം 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ 1000. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. മാസ് ഓഫ് സൊല്യൂട്ട് സ്മോൾ w, മോളാർ മാസ് ക്യാപിറ്റൽ M divided by mass of solvent capital W, then that divided by 1000. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? സ്മോൾ w എന്ന് പറയുന്ന മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് ദി സോൾവെന്റ്. ഇനി മാസ് ഓഫ് ദി സോൾവെന്റ് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പകരം ഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇക്വേഷനും പഠിച്ച് വെക്കണം. ഓക്കെ. ഇവിടെ മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ കിലോഗ്രാം ആണ്. മോൾ പെർ കിലോഗ്രാം. kg⁻1 എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്മോൾ m എന്ന് ഉപയോഗിക്കാം മൊളാലിറ്റിക്ക്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്ന ഒന്നുമില്ല. ഇവിടെ ഇതെല്ലാം മാസാണ്. അപ്പൊ മാസ് ഒരിക്കലും ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഈ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൺ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആൻഡ് വൈ? മൊളാലിറ്റി ആണോ മൊളാരിറ്റി ആണോ? നമ്മൾ മോൾ ഫ്രാക്ഷനും കണ്ടു. മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മൊളാലിറ്റി മാറില്ല. അതുകൊണ്ട് തന്നെ മൊളാലിറ്റിയേക്കാൾ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ മെഷർമെന്റ് എന്ന് പറയുന്നത് മൊളാലിറ്റി വെച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം.
ഓക്കെ. ഇനി മൊളാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 മോളാർ സൊല്യൂഷൻ ഓഫ് KCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? 1 മോൾ KCl. 1 മോൾ KCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? KClന്റെ മോളാർ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് 74.5. പൊട്ടാസ്യത്തിന്റെ മാസും ക്ലോറിന്റെ അറ്റോമിക് മാസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ 74.5 കിട്ടുന്നത്. അപ്പൊ 74.5 ഗ്രാം KCl ഇൻ 1 കിലോഗ്രാം ഓഫ് വാട്ടർ അല്ലെങ്കിൽ 1000 ഗ്രാം ഓഫ് വാട്ടർ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. 1 മോളാർ സൊല്യൂഷൻ ഓഫ് KCl എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 1 മോൾ KCl ഇൻ 1 കിലോഗ്രാം ഓർ 1000 ഗ്രാം ഓഫ് വാട്ടർ. ഓക്കെ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് സെക്കൻഡ് ഇയറും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A solution is prepared by adding 2 gram of a substance A to 18 gram of water. Calculate the mass percent of the solute. സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരാണ് സൊല്യൂട്ട്? എ ആണ് സൊല്യൂട്ട്. സോ മാസ് പെർസെന്റ് ഓഫ് എ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് എ, അങ്ങനെയല്ലേ? മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? അപ്പൊ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ എന്താണ്? മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ മാസ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഗ്രാം ആണ്. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എയുടെ മാസും വാട്ടറിന്റെ മാസും കൂടെ കൂടിയല്ലേ? അപ്പൊ 2 ഗ്രാം ഓഫ് എ പ്ലസ് 18 ഗ്രാം ഓഫ് വാട്ടർ. ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് എത്രയാണ്? 2/18 പ്ലസ് 2 20 ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ. സോ 2/20 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ? നമുക്കറിയാം 10% ആണ്. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 10%. അതായത് 10 ഗ്രാം എ ഇൻ 100 ഗ്രാം ഓഫ് ദി സൊല്യൂഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ഇനി ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിഫൈൻ മാസ് പെർസെന്റ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഓക്കെ. അതിന്റെ ഇക്വേഷൻ സഹിതം നിങ്ങൾ എഴുതണം കേട്ടോ. Now second question, which one is temperature dependent? Molarity or molality? Why? Reason എഴുതുക. ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്? മൊളാരിറ്റി ആണല്ലേ. കാരണം മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അവിടെ വോളിയം ടേം ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. And thank you for watching.